ഇനി നമുക്ക് ഈ മെഗാ ഭരതനാട്യ ഷോയുടെ കള്ളക്കണക്ക് ഞാൻ പ്രേക്ഷകരുടെ മുന്നിൽ കാണിക്കാം. ഇന്നലെ 12,000-ഓളം നർത്തകികളെ അണിനിരത്തി വേൾഡ് റെക്കോർഡിൽ ഇടം പിടിക്കാൻ വേണ്ടിയാണ് ഈ പരിപാടി എന്നാണല്ലോ അതിന്റെ സംഘാടകർ അറിയിച്ചത്. എന്നാൽ സംഭവിച്ച കണക്ക് ഇങ്ങനെയാണ്. ഈ 12,000-ഓളം കലാകാരികളും ഉടുക്കാൻ വേണ്ടിയുള്ള സാരി കല്യാണിൽ നിന്ന് സംഘാടകർ വാങ്ങുന്നത് എത്ര രൂപയ്ക്കാണെന്ന് ശ്രദ്ധിക്കൂ. 390 രൂപയ്ക്ക്. ഒരു സാരിയുടെ വില 390 രൂപയാണ് കല്യാൺ സിൽക്സ് ഈടാക്കിയത്. എത്ര പേരാണ് പങ്കെടുത്തത്? 12,000 പേരെന്ന് കണക്കുകൂട്ടി 11,500 പേരാണ് ഇന്നലെ ഈ സാരി ഉടുത്ത് ഈ നൃത്ത പരിപാടിക്ക് എത്തിയത്. സംഘാടകർ ഈടാക്കിയത് എത്ര രൂപയാണെന്ന് ശ്രദ്ധിക്കൂ. 390 രൂപ കല്യാൺ സിൽക്സിൽ നിന്ന് വാങ്ങി 1,600 രൂപയ്ക്കാണ് ഇത് അവിടെ നൃത്ത അഭ്യാസത്തിലെത്തിയ കലാകാരികൾക്ക് മറിച്ചു കൊടുത്തത്. അപ്പോൾ ഒരു സാരിക്ക് സംഘാടകരുടെ ലാഭം എത്രയാണെന്ന് നോക്കൂ. 1,600 മൈനസ് 390 1,210 രൂപ. ഒരു സാരിക്ക്, സാരി ഒന്നിന് സംഘാടകർക്ക് കിട്ടുന്ന കൊള്ള ലാഭമാണ്. ഇനി മൊത്തം നമുക്കൊന്ന് കണക്കെടുക്കാം. എങ്ങനെയാണ് ഇതൊരു കൊള്ള നൃത്തമാകുന്നത്? പങ്കെടുത്തവരുടെ എണ്ണം 11,600. അങ്ങനെയാണെങ്കിൽ ഒരു സാരിക്ക് സംഘാടകർക്ക് കിട്ടിയ ലാഭം 1,210. 11,600 ഗുണം 1,210 ഈസ് ഈക്വൽ ടു ആകെ ലാഭം 1,40,30,30,000